ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ലൊരു ഓർഗാനിക് വളമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അധികം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ അറിയുന്നവരുണ്ടാവുമായിരിക്കും. ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അധികം നിങ്ങളിത് കേൾക്കാൻ വഴിയില്ല. അപ്പോൾ നല്ലൊരു ഓർഗാനിക് വളമായിട്ടാണ് വന്നിട്ട് നമുക്ക് ഒരു ക്യാഷിൻ്റെ ഒരു ചിലവോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നമുക്ക് വീട്ടിൽ കിട്ടാവുന്ന ഒരു 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് കാണാം അത് ഏതാണ് ഓർഗാനിക് വളം എന്നും ഒക്കെ അറിയുന്നതിൻ്റെ മുന്നേ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പ്ലാന്റ്സ് വന്നിട്ട് സെയിലിനുള്ളതാണ്. മെച്ചൂർ പ്ലാന്റ്സ് കുറച്ചധികം കളേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, ഇതിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളതിൻ്റെ കളേഴ്സും അതിൻ്റെ കാറ്റലോഗ് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അയച്ചു തരുന്നതാണ്. അപ്പോൾ പ്ലാന്റ്സിൻ്റെ സൈസും കാര്യങ്ങളും എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. എല്ലാറ്റിലും ഫ്ലവർ ഇല്ല, എല്ലാം മെച്ചൂർ പ്ലാന്റ്സ് ആണ്. 2 കളേഴ്സ് മാത്രമാണ് ഫ്ലവർ വന്നിട്ടുള്ളൂ. അപ്പോൾ ആ 2 കളേഴ്സാണ് ഞാൻ ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത്. ബാക്കിയെല്ലാം മെച്ചൂർ പ്ലാന്റ്സ് ആണ്. മെച്ചൂർ പ്ലാന്റ്സ് ആണ്, എപ്പോൾ വേണമെങ്കിലും ഫ്ലവർ ചെയ്യാം, ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ അതിൻ്റെ ഹെൽത്തും എല്ലാം ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട്. പ്ലാന്റിൻ്റെ സൈസ്, അതോടൊപ്പം തന്നെ ഓരോ പ്ലാന്റിൻ്റെ ഓരോ സൈസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുള്ളതെങ്കിൽ എത്രയും വേഗം അറിയിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ കാപ്പിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് വളം എന്നുള്ളത്, നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം ഞാനിവിടെ 1 ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. എനിക്കിതിൽ കുറച്ചും കൂടി വെള്ളം കൂട്ടാനുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഞാനൊരു ഏകദേശം അളവ് പറയുകയാണെങ്കിൽ, നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 2 ടീസ്പൂൺ അളവിലാണ് ഇത് ചേർത്താൻ പാടുള്ളൂ. എന്നുവെച്ചാൽ 1/2 ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിൽ 1 ടീസ്പൂൺ ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് പിന്നെ അത് ഡൈല്യൂട്ട് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യുക, 1/2 ലിറ്റർ വെള്ളം കൂടി ആഡ് ചെയ്യുക. അങ്ങനെ 1 ലിറ്റർ വെള്ളത്തിൽ 2 ടീസ്പൂൺ അളവിലാണ് ഇത് എടുക്കേണ്ടത്. പിന്നെ ഇനി ഇത് നല്ലോണം തിളപ്പിക്കുക, നമ്മൾ ചായക്കൊക്കെ തിളപ്പിക്കുന്ന പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ല തിളച്ചതിന് ശേഷം അത് ഓഫ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് നല്ല തിളച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കണം. ഇതിൻ്റെ ഒരു പൊടിയോ ഇതിൻ്റെ ഒരംശം പോലും ആ വെള്ളത്തിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അത് ഇതുപോലത്തെ ഒരു വൈറ്റ് തുണിയിൽ തന്നെ, ഇതുപോലത്തെ ഒരു തുണി, ഒരു കട്ടി കുറഞ്ഞ തുണി ഉണ്ടാവും. അപ്പോൾ അതേപോലത്തെ കട്ടി കുറഞ്ഞ തുണിയിൽ തന്നെ അത് നല്ലോണം ഒന്ന് അരിച്ചെടുക്കണം. സാധാരണ നമ്മൾ എന്തെങ്കിലും അരിക്കുമ്പോൾ നമ്മളത് ചിലപ്പോൾ അത് ഫുള്ളായിട്ട് പോയിട്ടില്ലെങ്കിൽ നമ്മളൊരു സ്പൂൺ ഇട്ടിട്ട് ഇളക്കുക, അല്ലെങ്കിൽ നമ്മളത് പിഴിയുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിനതൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. കാരണം അതിൻ്റെ ആ പൊടിയുടെ അംശം ആ വെള്ളത്തിൽ വരരുത്. അപ്പോൾ ആ രീതിയിലാണ് നമുക്കത് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ ഒഴിച്ചതിന് ശേഷം ഒന്ന് കുറച്ച് വെയിറ്റ് ചെയ്യുക. അത് മെല്ലെ അതിലേക്ക് ഇങ്ങനെ മെല്ലെ തനിയെ കിനിഞ്ഞിറങ്ങിക്കോളും. അതായത് അതിൻ്റെ ഒന്ന് ഊറി ഇറങ്ങണം. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ അപ്പോൾ ഒന്ന് നല്ലപോലെ ഒന്ന് ഇറങ്ങിക്കോളും. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ അതെങ്ങനെയാണ് വെള്ളം മാത്രം വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് മുഴുവനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് പിഴിയാനൊന്നും നിൽക്കുന്നില്ല. ഇനി ഡയറക്റ്റായിട്ട് ഞാനിതിലൊരു ആ വെള്ളം നമ്മൾ ആ കാപ്പിപ്പൊടി ഉള്ള വെള്ളം ഇതിലേക്കൊരു 8 ലിറ്റർ ഏകദേശം ഒരു 9 ലിറ്ററോളം വെള്ളമുണ്ട്. ഞാൻ ആ 9 ലിറ്റർ വെള്ളത്തേക്കാണ്
ഇത് ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ ചെടികൾക്ക് നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ്. സാധാരണ നമ്മൾ വളം പ്രയോഗിക്കുന്നത് പോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഒരു കാരണവശാലും കാപ്പി ഡയറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കരുത്. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ കാപ്പിയിൽ വന്നിട്ടുള്ളത് അസിഡിറ്റീൻ്റെ അളവ് കൂടുതലുള്ള കാരണം കൊണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് തിളപ്പിച്ചിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അസിഡിറ്റീൻ്റെ അളവ് കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇനിയിപ്പോൾ ഓർക്കിഡിന് എന്നല്ല, ഏത് പ്ലാന്റിനും നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് തന്നെ ഇത് ദോഷകരമായിട്ട് ബാധിച്ചേക്കാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ തിളപ്പിച്ചിട്ട് അത് ഫിൽട്ടർ ചെയ്തിട്ട് വെള്ളത്തിൽ ചേർത്തിയിട്ട് നിങ്ങളൊരു 2 ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ആഴ്ചയിൽ ഒരിക്കൽ വളം ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് കാപ്പിയുടെ ഇത് വന്നിട്ട് നിങ്ങൾ 2 ആഴ്ച കൂടുമ്പോൾ ചെയ്ത് കൊടുത്താൽ മതി. 2 ആഴ്ചയിൽ ഒരിക്കലും നിങ്ങൾക്ക് ഇത് ചെയ്യാം. അപ്പോൾ എന്ത് തന്നെ ചെയ്തിട്ട് നിങ്ങളുടെ ഓർക്കിഡ് വളർച്ച അതിൻ്റെ ഗ്രോത്ത് നിങ്ങൾക്ക് കാണിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഈ ഒരു വളപ്രയോഗം ചെയ്യാം. കാരണം നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഓർക്കിഡിന് വേണ്ട അതിൻ്റെ മീഡിയത്തിൽ അസിഡിറ്റീൻ്റെ അളവ് കുറവ്, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ നൈട്രജൻ്റെ കുറവൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ വളർച്ച അത് കാണിക്കാത്തത്. അപ്പം നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു അഭാവം നല്ല കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യും. പെട്ടെന്ന് ഫ്ലവറിങ്ങിന് ഉള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഇത് ഞാൻ കണ്ടെത്തിയ ഒരു കാര്യമല്ല, ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിൽ നോക്കിയിട്ട് വെറുതെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് അത് നമ്മുടെ ഓർക്കിഡിന് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് അറിയണ പോലെ നമ്മൾ അതിനെക്കുറിച്ചിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം എടുക്കുക വെച്ചാൽ നമ്മൾ അതിനെക്കുറിച്ചിട്ട് നോക്കി അത് നല്ലതാണോ അല്ലേന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് ഞാനത് ചെയ്യുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പ്ലാന്റിൽ അടിച്ചു കൊടുക്കുമ്പോൾ ഈ പ്ലാന്റിൻ്റെ അവസ്ഥയൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇതെന്തെങ്ങനെയൊക്കെ ചെയ്തിട്ട് ഈ പ്ലാന്റിലുള്ള കോലം എങ്ങനെയെന്ന് വിചാരിക്കേണ്ടാവും. അപ്പോൾ അതൊന്നും വിചാരിക്കേണ്ട. ഞാൻ ഈ പ്ലാന്റുകൾ വന്നിട്ട് നമ്മുടെ അടുത്ത് കിട്ടുന്ന പ്ലാന്റിൽ നിന്ന് മോശമായ പ്ലാന്റുകൾ വന്നിട്ട് നമ്മളിതിവിടെ പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഒരുപാടുണ്ടായിരുന്നു അങ്ങനെ പോട്ട് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ വന്ന് വാങ്ങുന്നവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ വന്ന് വാങ്ങി കഴിയുമ്പോൾ നമ്മൾ ഈ പ്ലാന്റ് അവർ ചിലപ്പോൾ ഒരുപാടെണ്ണത്തിൽ ഫ്ലവർ വന്നിട്ട് അതങ്ങനെ അവർ വാങ്ങിക്കൊണ്ടുവന്നുണ്ട്. ഇനി ആകെ കുറച്ചേ ഉള്ളൂ, ഈ കാണുന്നത് അത്ര തന്നെ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് ചെറിയ പൈസയ്ക്ക് തരുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പിന്നെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ, ബായ്.